കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ AICC അല്ലെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം ശനിയാഴ്ച തന്നെ ഏകദേശം എടുത്തിട്ടുണ്ട്. അത് എല്ലാവരെയും ബോധിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് PCC പ്രസിഡന്റുമാരെയും പ്രധാനപ്പെട്ട നേതാക്കളെ ഇപ്പം നമ്മുടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കെ മുരളീധരൻ, കെ സുധാകരൻ അടക്കമുള്ളവരെ, MMS, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അതായത് പ്രധാന നേതാക്കളുമായി ഒരു കൂടിയാലോചനയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ അവരുമായി ഒരു കൂടിയാലോചന നടത്തി അത് ഒരു പ്രശ്നപരിഹാരമല്ല, അത് അവരെ കൂടെ ബോധ്യപ്പെടുത്തി എന്തുകൊണ്ടാണ് ജനാധിപത്യപരമായി ഒരു പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ഇപ്പോൾ ഒരു നേതാവിനെ തെരഞ്ഞെടുക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണ്, KC വേണുഗോപാലിന് അനുകൂലമായ ഒരു നിലയാണ് തുടക്കം മുതലുള്ളത്. വർക്കിംഗ് പ്രസിഡന്റുമാരെയും കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റുമാര് ഘടകകക്ഷികൾ തുടങ്ങിയവരോടൊക്കെ ഫോണിൽ സംസാരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എല്ലാവരുമായി ഒരു കൂടിയാലോചിച്ച് എന്തുകൊണ്ടാണ് ഈ തീരുമാനത്തിലേക്ക് എത്തുന്നത്. അല്ലാതെ കേരളത്തിലെ, കാരണം പ്രത്യേകിച്ചൊരു VD സതീശന് അനുകൂലമായ ഒരു പൊതുവികാരം രൂപപ്പെട്ടതും അതിനുവേണ്ടി ചില പ്രകടനങ്ങളും ബഹളങ്ങളൊക്കെ നടന്നതിന്റെ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും അത് സാധാരണക്കാരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. DCCകള്, KPCCകള്, പാർട്ടി പ്രവർത്തകരെ ബോധിപ്പിച്ച ശേഷമാകും എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുന്നത്. അത് ഏകപക്ഷീയമല്ല, അല്ല ഹൈക്കമാൻഡിന്റെ തീരുമാനമല്ല, താല്പര്യമല്ല. അത് MLA-മാരുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ തീരുമാനമാണ്. പാർട്ടിയുടെ KPCCയുടെയും DCCകളുടെയും ഒക്കെ പ്രധാനപ്പെട്ടവരെല്ലാം നിർദ്ദേശിച്ച പേരുകള്, മുൻ PCC അധ്യക്ഷന്മാര്, അങ്ങനെ പല ഘടകങ്ങളും കൂടെ ഉണ്ട്. അതിന് പുറമെ ജനാധിപത്യത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് MLA-മാരുടെ ഭൂരിപക്ഷമാണ്, നമ്പറുകളാണ്. ആ നമ്പറുകള് വളരെ വളരെ മെച്ചപ്പെട്ട ഒരു മേധാവിത്വം ശ്രീ KC വേണുഗോപാലിനുണ്ട്. അപ്പം ഇതെല്ലാം ബോധ്യപ്പെടുത്താൻ കാരണം എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോകണം. ഇനിയൊരു പ്രശ്നമുണ്ടാകരുത്. ഇതിന് ശേഷവും അവരെ ബോധ്യപ്പെടുത്തണം. കാരണം നേതാക്കളുമായുള്ള ചർച്ച ഇവിടെ നടത്തി. അതിനുശേഷമാണ് ഇപ്പോൾ അവരോടൊക്കെ വർക്കിംഗ് പ്രസിഡന്റുമാരെയും ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ടാകാനാണ് സാധ്യത. മറ്റേ മുൻ PCC പ്രസിഡന്റുമാർ ആ കൂട്ടത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോലുള്ള, കാരണം വളരെ നിർണായകമായിട്ട് പല ഘടകങ്ങൾ കാരണം അവിടെ മന്ത്രിമാരാകേണ്ടവരുണ്ട്, മന്ത്രിയാകാതെ മാറ്റി നിർത്തേണ്ടി വരുന്നവരുണ്ട്. കാരണം ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ നായർ സമുദായത്തിൽ നിന്നാണ് ഏറ്റവും പ്രബല നേതാക്കൾ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള 3 നേതാക്കളും അവിടെ നിന്നാണ്. പിന്നെ കെ മുരളീധരന്, തിരുവഞ്ചൂർ രാധാകൃഷ്ണന്, PC വിഷ്ണു, അതുപോലെ ഒത്തിരിയേറെ നേതാക്കൾ, അങ്ങനെ 6-7 നേതാക്കൾ വലിയ ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെയുണ്ട്. അതുപോലെ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് കുറേ നേതാക്കളുണ്ട്, മുസ്ലിം സമുദായത്തിൽ നിന്ന് കുറേ നേതാക്കളുണ്ട്, ഈഴവരുടെ അവിടെ നിന്ന് കുറേ നേതാക്കളുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു വീതം വെക്കുകയല്ല, പക്ഷെ എല്ലാവരെയും ആരെയും പിണക്കാതെ കാരണം കേരളത്തിന്റെ ഒരു ഭരണം നന്നായി കൊണ്ടുപോകുന്നതിന് എല്ലാവരെയും ഇങ്ങനെ ബോധ്യപ്പെടുത്തി ഒരു തീരുമാനം എടുക്കുക. അതിനു മുമ്പ് ഇവിടെ നടത്തേണ്ട ചർച്ചകൾ സ്വാഭാവികമായിട്ട് നടക്കുക. അതുകൊണ്ട് നാളെ വരാനിരുന്ന ഖാർഗെ ഇന്ന് തന്നെ എത്തി. മല്ലികാർജുൻ ഖാർഗെ AICC പ്രസിഡന്റ് ഇന്നെത്തി. ആദ്യമേ കൊടുക്കുന്നത് സുരേഷുമായിട്ട് ചർച്ച നടത്തി. കാരണം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മന്ത്രിസഭയിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പകരം ഒരാൾ വരേണ്ടതുണ്ട്. അപ്പൊ ആ സ്ഥാനത്തേക്ക് കൊടിക്കുന്നിൽ സുരേഷ് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ശ്രീ ആന്റോ ആന്റണി, ശ്രീ ബെന്നി ബേനാൻ തുടങ്ങിയവരുണ്ട്. അവരുടെ പേരുകൾ പരിഗണനയിലുണ്ട്. ഈ ചെറുപ്പക്കാരാണ് വരുന്നെങ്കിൽ റോജിയൻ, ജോണ, ഹൈബി ഈഡൻ, കൊഴൽനാടൻ പോലുള്ള പേരുകൾ പരിഗണിക്കേണ്ടതുണ്ട്. അതൊന്നും ചർച്ചയിലേക്ക് പോയിട്ടില്ല. പക്ഷെ ഇപ്പൊ ഏതായാലും കൊടിക്കുന്നതിൽ എനിക്കിത് അവകാശമുണ്ടെന്നും ഞാനാണ് ഏറ്റവും സീനിയർ എന്നും എനിക്കിത് ദളിത് വിഭാഗത്തുനിന്നൊരു പാർട്ടിക്ക് നല്ലതാണ്, KPCCയുടെ അധ്യക്ഷ സ്ഥാനം വരണമെന്ന് അദ്ദേഹം നേരിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇന്ന് പറഞ്ഞതായി എനിക്ക് കൃത്യമായി അറിയാം. അപ്പം അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുമായും കൂടെ പാർട്ടിയും നേതൃത്വമായി ചർച്ച ചെയ്ത് പുതിയ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നമുക്കറിയാം ദേശീയ നേതാക്കൾ അടക്കം എത്തേണ്ടതുമുണ്ട്. ശ്രീ ഖാർഗെയും ശ്രീ രാഹുൽ ഗാന്ധിയും അടക്കമുള്ളവർ വരും. മുഖ്യമന്ത്രിമാര് കർണാടകയുടെയും തമിഴ്നാടിന്റെയും തെലങ്കാനയുടെയും അടക്കമുള്ള മുഖ്യമന്ത്രിമാർ വരും. അപ്പൊ അവരെല്ലാം വന്നൊരു വലിയ പരിപാടി, അവർക്കെല്ലാം സൗകര്യപ്രദമായ ഒരു ദിവസം ശ്രീ രാഹുൽ ഗാന്ധിക്കും മല്ലികാർജുൻ ഖാർഗെയ്ക്കും ഒക്കെ ശ്രീമതി പ്രിയങ്ക ഗാന്ധി വരാനാണ് സാധ്യത. അങ്ങനെ ഒരു വിശാലമായി എല്ലാവരും കൂട്ടിക്കൊണ്ടു പോകാനാണ്. ഏതായാലും ഇവരെല്ലാം ഇന്നെത്തും. ഇന്ന് രാത്രിയോടുകൂടി ഡൽഹിയിലെത്തും. നാളെ ചർച്ച നടക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.